സ്വകാര്യ ആശുപത്രികളെ നഴ്സിംഗ് സമരം തുടരേണ്ടവർക്ക് തുടരാമെന്ന് ഹൈക്കോടതി. സമരത്തിലുള്ള നഴ്സസിനെതിരെ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് നിയമപ്രകാരം അച്ചടക്ക നടപടികളും സ്വീകരിക്കാം. ഇരു വിഭാഗവും പ്രകോപനപരമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നീക്കി. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്ത്. വിഷ്ണു, സമരം ചെയ്യേണ്ടവർക്ക് ചെയ്യാം, നടപടി എടുക്കേണ്ടവർക്ക് നടപടിയെടുക്കാം. ഇപ്പോൾ ചുരുങ്ങിയ ആശുപത്രികൾ മാത്രമാണ് സമരത്തിലുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരം? സുഹേലി, സമരത്തിനെതിരെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ച UNAയും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അസോസിയേഷൻ തമ്മിൽ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. നഴ്സുമാരും സമരം ചെയ്യരുത്, ചർച്ച പൂർത്തിയാകുന്നതുവരെങ്കിലും സമരം ചെയ്യരുതെന്ന ഉത്തരവിറക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ സമരം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നാലെ ഈ സമരം പരാജയപ്പെട്ട ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ഈ ഉത്തരവ് നിലനിൽക്കുന്ന ഘട്ടത്തിലും പല ആശുപത്രികളിലും നഴ്സുമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹോസ്പിറ്റൽ അസോസിയേഷനിലെ ഇപ്പോൾ സമരം തുടർന്ന ആശുപത്രിയിൽ ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചത് ഈ നഴ്സുമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അനുവദിക്കണമെന്ന്. കോടതി അത് പരിഗണിച്ചു. കോടതി ആ റിട്ട് പെറ്റീഷൻ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് നിലവിൽ സമരം ചെയ്യുന്നത് ഏതോ 2-3 ആശുപത്രികളിൽ മാത്രമാണ്. അവിടെ ആശുപത്രി അധികൃതർക്ക് അനുചിതം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ അവരുടെ എന്താണോ അവർക്ക് യോഗ്യമെന്ന് തോന്നുന്നത് ആ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സമരം തുടരണമെങ്കിൽ അത് UNAയ്ക്കും തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കൂട്ടരും ഒരു വലിയ വാഗ്വാദങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കോ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത്, കൃത്യമായി ഇടപെട്ട് പ്രശ്നപരിഹാരം നടത്തണം എന്നുകൂടി കോടതി ഈ വിധിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുഹേൽ, വിഷ്ണു സുരേഷാണ് വിവരം നൽകിയത്. സമരം ചെയ്യേണ്ടവർക്ക് സമരം ചെയ്യാം, അച്ചടക്ക നടപടി വേണമെങ്കിൽ മാനേജ്മെന്റിനെ സ്വീകരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.